ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് ആവശ്യം ചെറിയുള്ളി, വെളുത്തുള്ളി, വേപ്പില, മല്ലിയില, ഇത് 4 ആവശ്യമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീൻ എനിക്കിങ്ങനെ വലുതായിട്ട് ചെമ്മീൻ കറിയിലിടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് മുറിച്ചിട്ട് പീസാക്കിയിട്ടാണ് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് വലിയ ചെമ്മീനായിട്ട് അതല്ലെങ്കിൽ പീസാക്കിയിട്ട് മുറിച്ചിട്ടും ഇടാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അത് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിത് മസാല പുരട്ടി വച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-30 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വറുക്കുമ്പോൾ ഉണ്ടാവുക. ആദ്യം തന്നെ നമുക്കിതൊരു പകുതി വേവിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ഇത്തിരി കൂടുതൽ ഓയിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഓയിൽ കുറവുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായെന്ന് നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് അലിയുന്നത് വരെ നമ്മളിത് വേവിക്കണം. അവസാനമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. കാരണം അവസാനം നമ്മൾ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഒപ്പം തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൽ നമ്മൾ തക്കാളിയോ ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. പക്ഷേ എന്നാൽ ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് ഉമ്മി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്.